റസൂലുള്ളാഹിൻ്റെ പുന്നാര പൂമേനി ഇനി എങ്ങനെയാണ് ഈ ഹറാമ് കണ്ട കണ്ണുകൊണ്ടു ഞാൻ കാണുക. മഹാനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, സഅലബ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, റളിയല്ലാഹു അൻഹു. ഒരു ചെറുപ്പക്കാരനായൊരു സ്വഹാബി. അദ്ദേഹം എല്ലാ ദിവസവും മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ ക്ലാസ്സുകളൊക്കെ സജീവമായിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു പാവപ്പെട്ട സ്വഹാബിയാട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണിയായൊരു മനുഷ്യൻ, നാട്ടിലൊരു പ്രമാണി കടന്നു വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രമാണിയോട് പറഞ്ഞു, ഇത് പാവപ്പെട്ടൊരു സ്വഹാബിയാണ് സഅലബ. ഈ സ്വഹാബിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, ആ സ്വഹാബിയെ നിങ്ങളുടെ സഹോദരനെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ആ വീട്ടിൽ, ഈ പ്രമാണിയുടെ വീട്ടിൽ, യജമാനൻ്റെ സഅലബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യജമാനൻ്റെ വീട്ടിൽ ഒരു അടിമപ്പെണ്ണുണ്ട്. ആ അടിമപ്പെണ്ണ് യജമാനനോട് പറഞ്ഞു, അല്ലയോ യജമാന, നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരൻ ഇതാ കടന്നു വരുന്നു എന്ന്. അപ്പോൾ അത്ഭുതപ്പെട്ടു യജമാനൻ. അദ്ദേഹം ചോദിച്ചു, അല്ല, ഒരുപാട് വർഷമായല്ലോ സ്വഹാബി സഅലബ ഈ വീട്ടിൽ താമസിക്കുന്നു, അന്ധനാണെന്ന് ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്ന് അടിമപ്പെണ്ണിനോട് യജമാൻ പറഞ്ഞപ്പോൾ ആ അടിമപ്പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, യജമാന, കണ്ണ് കാണാത്തത് കൊണ്ടല്ല ഞാൻ അന്ധനെന്ന് പറഞ്ഞത്. അദ്ദേഹം എത്രയോ വർഷമായി, 10-15 വർഷമായില്ലേ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു, എന്നാൽ ഒരു വട്ടം പോലും എൻ്റെയോ നിങ്ങളുടെ ഭാര്യയുടെയോ മുഖത്തേക്ക് ഒരു തവണ പോലും മഹാനായ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടേയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്ന് അടിമ സ്ത്രീ പറയാൻ. യജമാനന് ഭയങ്കര ഇഷ്ടമാണ്, ഒരു സഹോദരനെ പോലെയാണ് മഹാനായ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ യജമാനൻ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം യജമാനനൊരു യാത്ര പോവാണ്. യജമാനൻ യാത്ര പോകുമ്പോൾ തൻ്റെ സമ്പത്തും തൻ്റെ കാര്യങ്ങളെല്ലാം സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി വരുന്നത് വരെ എല്ലാം നീ സംരക്ഷിക്കണം, എല്ലാം നോക്കി നടത്തണം എന്ന് പറഞ്ഞിട്ട് യജമാനനെ നമ്മളൊക്കെ എയർപോർട്ടിലേക്ക് യാത്ര ആക്കാൻ പോകുന്ന പോലെ ഒരു പരിധി വരെ കൊണ്ടാക്കി തിരിച്ചു പോകുന്നു. അങ്ങനെ വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉമ്മാമയുടെ കോലത്തിൽ ഒരു ഉമ്മാമ വരികയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല സഅലബ, നിൻ്റെ യജമാനൊക്കെ യാത്ര പോയില്ലേ, ആ യജമാനൻ്റെ ഭാര്യയെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടു പോയാൽ പരിപൂർണമായ ഉത്തരവാദിത്വം നിനക്കല്ലേ? അതെ, എനിക്കാണ്. എന്നാൽ സഅലബ, ആ ഭാര്യയുടെ മുഖം ഒരിക്കലെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഒരു വട്ടം പോലും ഒരാളുടെ മുഖം കാണാതെ അത് നിൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് എന്ന് നീ എങ്ങനെ ഉറപ്പിക്കുക എന്ന് ആ ഉമ്മാമ പറയാൻ. ആ സമയത്ത് സ്വഹാബി സഅലബ റളിയല്ലാഹു തആല ഒന്ന് ചിന്തിച്ചു പോവാൻ, ശരിയാണല്ലോ പറഞ്ഞത്, ഒരിക്കലെങ്കിലും ഞാൻ കാണണ്ടേ, അല്ലാണ്ട് ഞാൻ എങ്ങനെ ഇത് തിരിച്ചറിയാം? അങ്ങനെ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹു അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ യജമാനൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരു വട്ടം പോയി നോക്കി, കണ്ണെടുത്തു, 2 വട്ടം നോക്കി, 3ാമത്തെ തവണയും നോക്കുമ്പോൾ ആ യജമാനൻ്റെ ഭാര്യയെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, സഅലബ, ഏയ്, അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെടാതെ നീ ഹറാമ് നോക്കിപ്പോയല്ലോ സഅലബ എന്ന് ആ യജമാനൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹു അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ പെട്ടുപോയ കെണി, ഞാൻ അബദ്ധത്തിലാണല്ലോ പടച്ചറബ്ബെ പെട്ടുപോയത്. ആ വന്നത് ഇബ്ലീസായിരുന്നുവോ, പിശാചായിരുന്നുവോ വന്നത് ആ ഉമ്മാമയുടെ കോലത്തിലെന്ന് ആ സമയത്ത് ചിന്തിക്കാൻ. എന്നിട്ട് സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവേ, നിൻ്റെ നരകത്ത് ഭയപ്പെടാതെ ഞാൻ ഹറാം നോക്കിപ്പോയല്ലോ എന്ന് തലയിൽ കൈവച്ചുകൊണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. എന്തു പറഞ്ഞാൽ പോണെന്നറിയോ? റസൂലുള്ളാഹിൻ്റെ പുന്നാര പൂമേനി ഇനി എങ്ങനെയാണ് ഈ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഞാൻ കാണുക, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടുപോയല്ലോ, എൻ്റെ കണ്ണുകൊണ്ട് ഇനി എങ്ങനെയാണ് എൻ്റെ ഹബീബിനെ കാണാൻ എനിക്ക് കഴിയുക എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോവാണ് മഹാനായ സ്വഹാബി സഅലബ റളിയല്ലാഹു തആല. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ യജമാനൻ തിരിച്ചു വരുമ്പോൾ തന്നെ കൊണ്ടാക്കിയ തൻ്റെ സഹോദരനെ കാണുന്നില്ല. വീട്ടിൽ വന്നു നേരെ അന്വേഷിച്ചു, എവിടെയാണ് സഅലബ? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, ഇതുവരെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. നബി തങ്ങടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, സഅലബയെ കാണുന്നില്ല, എൻ്റെ സഹോദരനെ കാണുന്നില്ല. പരാതി പറഞ്ഞു. റസൂലുള്ളാഹി ഉമർ തങ്ങളെയും സൽമാനുൽ ഫാരിസ് തങ്ങളെയും അന്വേഷിക്കാൻ വേണ്ടി അവർ മക്ക മുഴുവൻ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല.
മദീന മുഴുവനും അന്വേഷിച്ചു. ഇവിടെയും മഹാനായ സുഹാബി തഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നില്ല. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ള ഒരു താഴ്വാരത്ത് തഅലബയുണ്ട്, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരണം. ഇവർ പോയി. ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും. അപ്പോഴാണ് ഒരാടിനെ മേയിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ തഅലബയെ കണ്ടോ? പറഞ്ഞു, നബി തങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ വരികയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിക്കാൻ മാത്രമുള്ള ഒരാൾ ഇവിടെ ഇല്ലല്ലോ എന്നർത്ഥത്തിൽ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, പക്ഷേ മുടിയും താടിയുമെല്ലാം നീട്ടിയൊരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹം വൈകുന്നേര സമയത്ത് ഇറങ്ങി വരും. ആ കാണുന്ന പാറയുടെ സൈഡിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, താമസിക്കാറുള്ളത്. ഇവിടെ വന്ന് മണലങ്ങനെ തൻ്റെ തലയിലേക്ക് കോരിയിട്ട് ആർത്ത് അട്ടഹസിച്ചു കൊണ്ട് അയാൾ പറയും, അള്ളാഹുവേ, നിൻ്റെ നരകത്തെ ഭയപ്പെടാതെ ഞാൻ ഹറാമു നോക്കിപ്പോയില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണേ എന്ന്. ഈ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷവും അദ്ദേഹം എന്നും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ തെറ്റിനെ നിസാരമാക്കുമ്പോൾ ചെറിയൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ സ്വഹാബി തഅലബ റളിയല്ലാഹു തആല അൻഹു ചെയ്ത തൗബയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. അങ്ങനെ ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും മാറി നിൽക്കാൻ പതിവ് പോലെ അദ്ദേഹം വന്നു. തലയിലേക്ക് മണൽ വാരിയിട്ട് കൊണ്ട് ആർത്ത് അട്ടഹസിച്ചു കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, നിൻ്റെ നരകത്തെ ഭയപ്പെടാതെ ഞാൻ ഹറാമു നോക്കിപ്പോയല്ലോ റബ്ബേ, എനിക്ക് പുറത്തു തരടേ എന്ന്. ആ സമയത്ത് ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും ഉടൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ട് വരികയാണ്, നിങ്ങൾ വരണം. അപ്പോൾ തഅലബ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എൻ്റെ കണ്ണ് ഹറാമ് കണ്ട കണ്ണാണ്. ഈ കണ്ണിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി കാണാൻ അർഹതയില്ല എന്ന് പറഞ്ഞു മഹാനായ സ്വഹാബി തഅലബ റളിയല്ലാഹു തആല അൻഹു. എന്നാൽ ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വരണം, ഇത് പുന്നാരൻ നബിയുടെ കൽപ്പനയാണ്, റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബി തഅലബ പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ എൻ്റെ രണ്ടു കാലും ബന്ധിക്കണം, എന്നിട്ട് ഈ കാണുന്ന പാറക്കെട്ടിലൂടെ നിങ്ങൾ എന്നെ വലിച്ചു കൊണ്ടുപോകണം. എൻ്റെ ഹറാമ് കണ്ട കണ്ണിനെ ചുമക്കുന്ന ഈ തലയുണ്ടല്ലോ, അത് ഈ പാറക്കല്ലിൽ തട്ടി അതങ്ങ് ഉരഞ്ഞ് നശിച്ചു പോകട്ടെ. അങ്ങനെയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ നിസ്കാരത്തിലായിരിക്കുമ്പോൾ ഞാൻ വരാം. ഉമർ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് പോകാം. അങ്ങനെ തഅലബ റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി റസൂലുള്ളാഹി നിസ്കരിക്കാൻ ജഹന്നമിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുന്ന ഒരു ആയത്താണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. സ്വഹാബി തഅലബ ബോധം കെട്ടു വീഴാൻ. റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞിട്ട് അന്വേഷിച്ചു, എവിടെയാ തഅലബ? നബിയെ, അങ്ങ് ജഹന്നമിൻ്റെ ആയത്ത് ഓതിയപ്പോൾ ബോധരഹിതനായി വീണ് കിടക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തഅലബ റളിയല്ലാഹു തആല അടുക്കൽ പോയി ബോധരഹിതനായി നിൽക്കുന്ന തഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പുന്നാര പൂമുത്തിൻ്റെ പൂമേനിയാണ്, പൂമുഖമാണ്. പറഞ്ഞു, തലയങ്ങ് തിരിച്ചു മാറ്റി തഅലബ. എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കണ്ണിന് അങ്ങയുടെ പുന്നാര പൂമുഖം കാണാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് തലയങ്ങ് തിരിച്ചു മാറ്റാൻ റസൂലുള്ളാഹി പറഞ്ഞു, തഅലബ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആ നിങ്ങൾ പതിവാക്കിയാൽ മതി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പോവാൻ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. തഅലബ റളിയല്ലാഹു തആല അൻഹു വീണ്ടും രോഗിയായി. റസൂലുള്ളാഹി അന്വേഷിച്ചു, രോഗിയായി കിടക്കുകയാണ് തഅലബ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വീട്ടിലേക്ക് വീണ്ടും പോവാണ്. റസൂലുള്ളാഹി രോഗിയായി കിടക്കുന്ന തഅലബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു. കണ്ണു തുറന്നു നോക്കുമ്പോൾ തഅലബ കാണുന്നത് തൻ്റെ തല റസൂലുള്ളാഹിൻ്റെ മടിയിൽ കിടക്കാൻ തലയെടുത്തു മാറ്റി തഅലബ. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഹറാമ് കണ്ട കണ്ണിനെ ചുമക്കുന്ന തലയാ നബിയെ, അങ്ങയുടെ ശരീരത്തോട് സ്പർശിക്കാൻ ഈ തലക്ക് അർഹതയില്ല, എൻ്റെ ശരീരത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞത് മാറ്റിക്കളയാൻ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, തഅലബ, നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കേണ്ട താമസം സ്വഹാബി തഅലബ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ അനുഗമിക്കാൻ എല്ലാത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നേതൃത്വം നൽകിയത്. സ്വഹാബത്തിന് വല്ലാത്ത അത്ഭുതം. റസൂലുള്ളാഹി പറഞ്ഞു, തഅലബാൻ്റെ തൗബ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് വാനലോകത്ത് നിന്ന് ഒരുപാട് മലായിക്കത്തുകൾ ഈ ജനാസയെ അനുഗമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ നിസാരമായി കാണുന്ന
നമ്മൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ചരിത്രമൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എത്രയോ ഹറാമുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പറയാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.